അകറ്റി, ദുഃഖിതരായ അമ്മമാർക്ക് സാന്ത്വനമേകി, കൊച്ചു കുട്ടികൾക്ക് ആഹ്ലാദം നൽകി. എന്നാൽ അദ്ദേഹം അതൊന്നും അറിയാതെ ഒരു സാധാരണക്കാരനായി ജീവിതം തുടർന്നു. അപ്പോൾ വിനയം നമ്മളിൽ ഉണ്ടെങ്കിലേ അത് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ്. എന്നാൽ ഉള്ളിലുള്ള വിനയത്തെ ഉണർത്തിയെടുക്കുവാൻ നമ്മൾ ഇതുവരെയും ബോധപൂർവ്വം ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? വിനയം ശീലമാക്കാൻ. ഒരു അലംഭാവം കാണിച്ചാൽ പ്രകൃതി നമ്മളെ അതിന് നിർബന്ധിതരാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ മനസ്സിലാക്കുക, നമുക്ക് വിനയം ശീലമാക്കേണ്ടി വരും. അപ്പോൾ ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായാലും വിനയമില്ലെങ്കിൽ അതൊന്നും ശോഭിക്കില്ല. മറിച്ച് എന്തെല്ലാം കുറവുകൾ അവർക്കുണ്ടായാലും അയാൾ എല്ലാവരുടെയും സന്മനസ്സിന് പാത്രമാകും. താണ നിലത്തൂടെ ആ വെള്ളം ഒഴുകിയെത്തുന്നത് പോലെ ഈശ്വരകൃപ ഒരാളിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ കുട്ടികളെല്ലാവരും ഈ വിജയങ്ങൾ, ഈ പ്രോത്സാഹനങ്ങൾ, ഈ അനുമോദനങ്ങളൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് സന്തോഷമാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും എത്രത്തോളം ഉയരങ്ങളിൽ പോകുന്നുവോ അത്രത്തോളം വിനയവും നിങ്ങളിൽ ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്ന് നടന്ന പ്രോഗ്രാമിനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാവരും കമൻ്റ് അടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ലോകത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വിനയമുണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഹരേ കൃഷ്ണ.